ഏതൊക്കെ പരിശോധനകളാണ് ഇതിൽ നിർണായകമായിട്ടുള്ളത്? ഒപ്പം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കണ്ടെത്തുക. തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ പരിമിതികൾ ഉണ്ടെങ്കിലും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് ഉൾപ്പെടെ കണ്ടെത്തുക. ശാസ്ത്രീയ പരിശോധന അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകമാണ്? ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പരിശോധനയ്ക്കാണ് ഇപ്പോൾ SIT തുടക്കം കുറിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ആ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് ഇത് നേരെ കേരളത്തിന് പുറത്തേക്കുള്ള ലബോറട്ടറിയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ഇതുവരെ VSSCയിലായിരുന്നു ഈ പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നത്. 2 തവണയാണ് സന്നിധാനത്തെത്തിക്കൊണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ സാമ്പിൾ ശേഖരണം SIT നടത്തിയിട്ടുള്ളത്. ആ സാമ്പിളുകൾ 2 തവണയും VSSCയിൽ പരിശോധിക്കുകയുണ്ടായി. ആദ്യത്തെ തവണ പരിശോധന പൂർത്തീകരിച്ചപ്പോൾ ഈ സ്വർണത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സ്വർണത്തിന്റെ അളവ് കൂടും, ആ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടും എന്നുള്ളതായിരുന്നു SITക്ക് മനസ്സിലായിരുന്ന. ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തു. അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത് ആശങ്കയ്ക്ക്, അതായത് ഇത്ര നാളും ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്ന ഒരു ആശങ്ക ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വളരെ കൂടുതലായിരിക്കും, അത് പാളികൾ തന്നെ അപ്പാടെ മാറ്റിയിരിക്കാനുള്ള സാധ്യത തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് എന്നുള്ളതായിരുന്നു. അതിന് വിശദമായിട്ടുള്ള പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ കുറെ കൂടി വിവരങ്ങൾ അധികമായി വരും, അല്ലെങ്കിൽ വ്യക്തത വരും എന്നുള്ളതും പറഞ്ഞിരുന്നു. പക്ഷേ ആ വിശദമായിട്ടുള്ള പരിശോധനാ ഫലം കൂടി VSSCയിൽ നിന്ന് വന്നപ്പോഴും ഇതിൽ വ്യക്തത ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മൂന്നാമത് നടക്കുന്ന സാമ്പിൾ ശേഖരണമാണ് ഏറ്റവും നിർണായകം. 2 കാര്യങ്ങളാണ് ഇതിൽ നിന്ന് അറിയേണ്ടത്. ഒന്ന്, ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് എത്രയാണ് എന്നുള്ളതാണ് അതിൽ കണ്ടെത്തേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ പാളികൾ ദ്വാരപാലക പാളിയാണെങ്കിലും കട്ടിളപ്പാളിയാണെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു പാളിയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ പുറത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പൊതിഞ്ഞിട്ടുള്ള ആ സ്വർണം മാത്രമാണോ നഷ്ടപ്പെട്ടത്, അതോ പാളികൾ അപ്പാടെ തട്ടിയെടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊള്ളയടിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചെയ്തത് എന്നുള്ളതായിരുന്നു. അതിൽ കഴിഞ്ഞ തവണ പരിശോധന നടത്തിയപ്പോൾ അത്തരം ഒരു സംശയത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന പാളികൾ അത് ഇപ്പോൾ പരിശോധിക്കുമ്പോൾ അതിൽ മെർക്കുറിയുടെ അംശം പലതിലും കാണാനില്ല എന്നുള്ളതായിരുന്നു. സാധാരണ സ്വർണം പൊതിഞ്ഞിട്ടുള്ള പാളികളിലെല്ലാം തന്നെ മെർക്കുറിയുടെ അംശമുണ്ട്. ഈ സ്വർണം അതിന്റെ മുകളിലേക്ക് പിന്നീട് പൂശി 2019 പൂശിയപ്പോൾ പോലും അതിൽ മെർക്കുറിയുടെ അംശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ രണ്ടാമത്തെ പരിശോധന VSSCയിൽ നടത്തി അതിന്റെ ഫലം കിട്ടിയ സമയത്ത് ഈ പല പാളികളിലും മെർക്കുറിയുടെ അംശം ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴും ശാസ്ത്രജ്ഞർക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല ഈ പാളികൾ നഷ്ടപ്പെട്ടതാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാസലായനി ഉപയോഗിച്ചതിന്റെ ഒരു പരിണത ഫലമാണോ ഈ മെർക്കുറിയുടെ അംശം നഷ്ടപ്പെട്ടത് എന്നുള്ളത്. പക്ഷേ എന്തായാലും അക്കാര്യത്തിൽ ഒരു പരിശോധന കൃത്യമായി നടക്കേണ്ടത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് മൂന്നാമതൊരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി SIT ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങിയത്. 3 ലബോറട്ടറികളാണ് നിലവിൽ SITയുടെ പരിഗണനയിലുള്ളത്. അതിലൊന്ന് മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ്, മറ്റൊന്ന് ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, മറ്റൊന്ന് ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി. ഈ 3 ലബോറട്ടറികളിൽ ഏതിലേക്കാണ് ഇത് അയക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിൽ തന്നെയാണ് പ്രാധാന്യം കൂടുതലെങ്കിൽ പോലും ഈ 3-ൽ ഏതിലാണ് എന്നുള്ളത് വരും ദിവസം മാത്രമാണ് തീരുമാനമെടുക്കുക. അക്കാര്യം 19-ാം തീയതി ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. 3 പരിശോധനകളാണ് ഇതിൽ നടത്തുക. അതിലൊന്ന് എക്സ്റേ ഫ്ലൂറോസീൻ സ്പെക്ട്രോസ്കോപ്പി പരിശോധന, അതായത് ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ്. അതായത് താരതമ്യ പരിശോധനയേക്കാൾ കുറെ കൂടി ഫലപ്രദമാണ് അത് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ VSSCയിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം SIT ഹൈക്കോടതി അറിയിച്ചത്. മറ്റൊന്ന് ICP-MS, ഒരെണ്ണം OES പരിശോധനകൾ. അങ്ങനെ ഈ 3 പരിശോധനകൾ നടത്താൻ തക്ക ശേഷിയുള്ള ലബോറട്ടറികളാണ് ഈ 3 കേരളത്തിന് പുറത്തുള്ള ഈ 3 ലബോറട്ടറികളും. അപ്പോൾ ആ പരിശോധനകൾ പൂർത്തിയായി കഴിഞ്ഞാൽ SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ട ഒരു ശാസ്ത്രീയ പിൻബലം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ കാരണം ഈ തൊണ്ടി മുതൽ ലഭിക്കാത്തത് മാത്രമല്ല, ഈ കാലപ്പഴക്കം നിർണ്ണയിച്ചുകൊണ്ട് പാളികൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്താൻ കഴിയാത്തതിലാണ്. അതുകൂടാതെ ശാസ്ത്രീയ പിൻബലം കുറ്റപത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഈ തെളിവുകളും മൊഴികളും ഏതെങ്കിലുമൊക്കെ രേഖകളും വെച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചാൽ അത് വിചാരണ കാലയളവിൽ പ്രതികൾക്ക് വലിയ രീതിയിൽ സഹായകരമായി തീരുമെന്നുള്ളത് തന്നെയാണ് SITയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ ലബോറട്ടറിയിൽ പരിശോധന നടത്തിക്കൊണ്ട് ആ ഫലം ഉപയോഗിച്ചുകൊണ്ട് അല്ല ഫലം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ കോടതിയിൽ അത് നിലനിൽക്കും, കോടതിക്ക് അത് പര്യാപ്തമാണ് എന്നുള്ളത് തന്നെയാണ് SIT വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ 3-ാമത്തെ പരിശോധന നടക്കുന്നത്. പക്ഷേ ഇത് എപ്പോൾ ലഭിക്കും എന്നുള്ളതാണ് സംശയം. അതായത് ഇപ്പോൾ ഈ 2 ദിവസം എടുത്ത് സാമ്പിൾ ശേഖരണം നടത്തും, അതിനുശേഷം അടുത്ത ആഴ്ച ഇത്
അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്താലും ഇത് എത്ര നാൾക്കുള്ളിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ SITക്ക് ആശങ്കയുണ്ട്. കാരണം കഴിഞ്ഞ തവണ നടത്തിയ പരിശോധനകൾക്ക് 2 പരിശോധനകൾക്കുമായി 1.5 മാസം സമയമെടുത്തു. ആദ്യത്തെ പരിശോധന 4 ആഴ്ചയും രണ്ടാമത്തെ പരിശോധന 2 ആഴ്ചയും എടുത്തു. അപ്പോൾ ഈ കേരളത്തിന് പുറത്തേക്ക് അയക്കുന്ന ഈ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയാകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കില്ലേ എന്നുള്ളതാണ് SIT ഇപ്പോൾ ആശങ്കപ്പെടുന്നത്. അപ്പോൾ പക്ഷേ എന്തായാലും ഈ പരിശോധന ഒഴിവാക്കാൻ കഴിയില്ല. പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ ഈ എത്രയൊക്കെയാണ് സ്വർണം നഷ്ടപ്പെട്ടതെന്നും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നും, അതായത് സ്വർണം മാത്രമാണോ പാളികൾ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പാളികളിൽ നിന്നും ഒപ്പം ശ്രീകോവിലിന് ചുറ്റുമുള്ള മറ്റ് ഉരുപ്പടികളിൽ നിന്നുമാണ്. ഇത് ശേഖരിച്ചുകൊണ്ട് ഇത് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 1998 വിജയമല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ മറ്റു ഉരുപ്പടികൾ അതിന്റെ ഒരു കാലപ്പഴക്കവും ഈ 2019 സ്വർണം പൂശിയ പാളികളുടെ കാലപ്പഴക്കവും തമ്മിലുള്ള ഒരു പരിശോധന നടക്കും. ഇതുവരെ അത് വെറും താരതമ്യ പരിശോധനയായിരുന്നെങ്കിൽ ഇനി അത് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞതുപോലെ സ്പെക്ട്രോസ്കോപ്പി അടക്കമുള്ള പരിശോധനകൾക്ക് കൂടി വിധേയമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഇത് ഏത് കാലത്താണ് ഈ പാളികൾ നിർമ്മിച്ചത് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് SIT വിശ്വസിക്കുന്നത്. ആ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒട്ടും വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കം കൂടി SIT തുടങ്ങുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേവരെ ഈ സ്വർണ്ണ കൊള്ളക്കേസിലുള്ള എല്ലാ പ്രതികളെയും മാറി മാറി ചോദ്യം ചെയ്തിട്ടും ഒരാൾ പോലും ഈ സ്വർണ്ണ പാളികൾ മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സ്വർണം കൊള്ളയടിച്ചു എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരീകരിച്ചു, പങ്കജ് ഭണ്ഡാരി സ്ഥിരീകരിച്ചു, ഗോവർദ്ധൻ സ്ഥിരീകരിച്ചു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഏത് രീതിയിലാണ് ഇത്തരത്തിൽ കൊള്ള നടത്തിയത് എന്ന് കണ്ടെത്തുന്നതിൽ നിർണായകമാണ് ഈ പരിശോധന, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും വിനിത, ഈ ശബരിമലയിൽ നിന്ന് ഉരുപ്പടികൾ കൊണ്ടുപോയി, അതായത് ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും കൊണ്ടുപോയി അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തു എന്നുള്ള കാര്യം SIT ഉറപ്പിച്ച് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ സ്വർണം ഉരുക്കിയെടുത്ത് ആ പാളികൾ അതേപടി തിരിച്ചു കൊണ്ടുവന്ന് സന്നിധാനത്ത് ഘടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് മാത്രമാണോ അവർ ചെയ്തത്, അതെയോ ഇതിലെ ചില പാളികളെങ്കിലും, അതായത് ചുരുക്കത്തിൽ 12 പാളികളുള്ളതിൽ 1ഓ 2ഓ പാളികളെങ്കിലും മാറ്റിയിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ലേ എന്നുള്ള സംശയമാണുള്ളത്. സ്വർണം മാത്രമാണോ അതെയോ പാളികൾ കൂടി അടിച്ചു മാറ്റിയോ എന്നുള്ളതാണ് SITക്ക് ഇനി ഉറപ്പിക്കേണ്ടത്. അതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണ് SITക്ക് സംശയം വരുന്നത്. കാരണം വെറും 989 ഗ്രാം സ്വർണം മാത്രം ദ്വാരപാലക പാളികളിൽ നിന്നും 1/2 കിലോയിൽ താഴെയുള്ള സ്വർണം മാത്രം കട്ടിളപ്പാളിയിൽ നിന്നും മോഷ്ടിക്കാൻ വേണ്ടിയാണോ ഇത്രയധികം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈയിലെ ഒരു പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ഒരു ഗോവർദ്ധനും ചേർന്ന് വലിയൊരു ക്രിമിനൽ ഗൂഢാലോചന നടത്തുകയും ഇത്ര വലിയൊരു റിസ്ക് എടുക്കുകയും ചെയ്തതെന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷെ പാളികൾ അപ്പാടെ മാറ്റി എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനകത്തുണ്ടാകാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഒരു വില ഈ സ്വർണത്തിന്റെ വിലയുടെ അടിസ്ഥാനത്തിലല്ല, അതിന് കുറച്ചുകൂടി പൗരാണിക മൂല്യമുള്ളതാണ്. ശബരിമലയിലെ ഉരുപ്പടിയാണ്. ആ രീതിക്ക് അത് വിറ്റിട്ടുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ അങ്ങനെ പാളികൾ മാറ്റിയിട്ടുണ്ട് എന്നെങ്ങാനും സ്ഥിരീകരിച്ചാൽ ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ ഒരുപക്ഷെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ സ്വർണം കിട്ടിയില്ല, സ്വർണം എന്ന് പറയുന്ന തൊണ്ടി മുതൽ കിട്ടിയില്ല എന്ന് മാത്രമാണ് SITക്ക് പറയാനുള്ളൂ. അത് കോടതിയിൽ വലിയ പ്രശ്നവുമാകില്ല. കാരണം 6 വർഷം മുൻപുള്ള ഒരു മോഷണമാണ്, ഒരു കൊള്ളയാണ്. അതിന്റെ സ്വർണം കൈമറിഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുമുണ്ടാകാം. പക്ഷേ പാളികൾ അടിച്ചു മാറ്റിക്കൊണ്ട് അത് വിൽപ്പന നടത്തി എന്ന് ഇതിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, ശാസ്ത്രീയ പരിശോധനയിൽ ഏറെക്കുറെയെങ്കിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പൗരാണിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വിറ്റഴിച്ചുവെന്നും അതിന് കോടികളുടെ മൂല്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ നമുക്കറിയാം. അത് പക്ഷേ എത്രയാണ്, എങ്ങനെയാണ് ഈ ലാഭം ഉണ്ടായത്, ആർക്കൊക്കെയാണ് ഇതിന്റെ ലാഭം കിട്ടിയത് എന്നതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ SIT അപ്പോൾ ഉദ്ദേശിക്കുന്നത് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കലല്ല, മറിച്ചൊരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഒരു തുടരന്വേഷണത്തിനുള്ള ശുപാർശ കൂടി കൊടുക്കും. അത് SIT തന്നെ അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെടില്ല, മറിച്ച് മറ്റേതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ച് അന്വേഷിക്കാനോ അങ്ങനെയുള്ളൊരു തുടരന്വേഷണ ശുപാർശയായിരിക്കും അതിനകത്തുണ്ടാകുക. പക്ഷേ അപ്പോഴും ഈ പരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫലം വരേണ്ടതുണ്ട്. VSSCയിൽ നിന്ന് ലഭിച്ച അതേ പരിശോധനയ്ക്ക് സമാനമായിട്ടുള്ള ഫലം തന്നെയാണ് ലഭിക്കുന്നതെങ്കിൽ SITയെ സംബന്ധിച്ച് അതൊരു നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ആയിരിക്കും.